പിന്നെ ആ കാലത്ത് ഒരു ഭയങ്കര പുതുമയുള്ള പടമായിരുന്നു. അല്ല, ഒരു ന്യൂ ജനറേഷൻ മൂവി എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു. അപ്പോൾ ഈ തിയേറ്ററിൽ വർക്കാകാത്തപ്പോൾ നമ്മുടെ കോൺഫിഡൻസ് കുറയുകയും പിന്നെ ഇത് സെയിം ആർട്ടിന് സംഭവിച്ചതല്ല, പിന്നെ ഇത് OTT സാറ്റലൈറ്റിൽ വരുമ്പോഴത്തേക്ക് ആൾക്കാർ ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്യും, വീണ്ടും നമ്മുടെ കോൺഫിഡൻസ് കൂടെ. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ കരിയറിൽ എപ്പോഴും സംഭവിച്ചിരിക്കുന്നത്. ഞാൻ ബേസിക്കലി ഒരു സപ്പോർട്ടിങ് ആക്ടറാണ്. എനിക്ക് സപ്പോർട്ടിങ് റോൾസിലാണ് കൂടുതൽ കംഫർട്ട്. സോ സപ്പോർട്ടിംഗ് റോൾസ് വരവ് കുറഞ്ഞു. ഈ 29th മൂവി ടു 150 മൂവീസിൽ ഒരു മേജർ ഒരു 80% ഞാൻ ഡെബ്യൂട്ടൻസിൻ്റെ മൂവീസ് ചെയ്തിരിക്കുന്നത്. ഞാൻ ചിലരോട് ചോദിക്കാറുണ്ട്, ഈ ഞാൻ ഉടനെ തന്നെ റിപ്ലൈ ചെയ്യുകയും സമയം തരുന്നത് കൊണ്ടാണോ നിങ്ങൾ എന്നെ അപ്രോച്ച് ചെയ്യുന്നതെന്ന്. ആരെങ്കിലും അവിടെ എല്ലാവരും വെച്ച് പറയുകയാണ് എന്ത് പടം നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കണമെന്ന് ചോദിച്ചാൽ നമ്മൾ തകർന്നു പോകും. നമ്മുടെ ഇങ്ങനെ ചങ്കിടിക്കുകയാണ്, ദൈവമേ ഇത് ഒരു മിനിമം 9 മണിക്കെങ്കിലും മഴ നിന്നില്ലെങ്കിൽ ഓഡിയൻസ് 10 മിനിറ്റ് ഷോയ്ക്കൊക്കെ എത്തണ്ടേ. എൻ്റെ ഡിപ്രഷൻ്റെ ഒരു പീക്ക് എന്ന് വെച്ചാൽ എൻ്റെ വൈഫ് എന്നോട് ചോദിച്ചു, സൈജു ഇത്രയും സ്ട്രെസ്സാണോ ഫിലിം ഇൻഡസ്ട്രിയിൽ സൈജു? അങ്ങനെയാണെങ്കിൽ വൈ ഡോണ്ട് യു ഗോ ഫോർ സം അതർ തിങ്. ഹലോ സൈജേട്ടാ. ഹലോ വിവേക്. സൈജന്റെ ഒരു ഗ്രാഫ് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മലയാളത്തിലെ ഏറ്റവും മികച്ച ഒരു ഡയറക്ടറിൻ്റെ കൂടെയാണ് തുടക്കം വന്നത് ഒരു നായകനായിട്ട്. അത് കഴിഞ്ഞ് കുറച്ചൊരു വില്ലൻ വേഷങ്ങളിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ട്രിവാൻഡ്രം ലോഡ്ജിലൂടെ ഒരു കോമഡി ഒരു പാത്തിലേക്ക് പോയി. പിന്നെ വളരെ മികച്ചൊരു സഹനടനായി മാറി. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും നായകനിലേക്കൊരു ഷിഫ്റ്റ് വന്നിരിക്കുകയാണ്. ഈ ഒരു ജേർണി തിരിഞ്ഞു നോക്കുമ്പോൾ സൈജേട്ടൻ എങ്ങനെ, വാട്ട് യു ഫീൽ? ഒരു സ്വപ്നം പോലെയാണ് ആക്ച്വലി. സിനിമ തന്നെ നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഒരു മേഖലയായിരുന്നു. അവിടേക്ക് നമ്മൾ യാദൃശ്യമായിട്ട് വരുന്നു. അത് നിങ്ങൾ പറഞ്ഞ പോലെ ഒരു ലെജൻഡ് ഡയറക്ടറുടെ പടത്തിൽ വരുന്നു. അതിനുശേഷം പിന്നെ കുറേ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിട്ടുണ്ട്. അഭിനയം അറിയാത്ത ഞാൻ പിന്നെ ട്രിവാൻഡ്രം ലോഡ്ജിൽ ആദ്യമായിട്ട് ഒരു ഹ്യൂമർ ക്യാരക്ടർ ചെയ്യുന്നു. അത് ദൈവാനുഗ്രഹം കൊണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ, അല്ലാണ്ട് എൻ്റെ അഭിനയം ഭയങ്കര മികച്ചതായിട്ട് തായിരുന്ന കൊണ്ടൊന്നുമല്ല. പിന്നെ അതിൻ്റെ മേക്കിങ്ങും, VKPയുടെ മേക്കിങ്ങും, അനൂപ് മേനോൻ്റെ റൈറ്റിങ്ങും, ബാക്കിയുള്ള നമ്മുടെ കൂടെയുള്ള ആക്ടേഴ്സിൻ്റെ ഒരു ഇതും, പിന്നെ ആ മൊത്തം ട്രിവാൻഡ്രം ലോഡ്ജ് സെറ്റപ്പും, പിന്നെ ആ കാലത്ത് ഒരു ഭയങ്കര പുതുമയുള്ള പടമായിരുന്നു. അല്ല, ഒരു ന്യൂ ജനറേഷൻ മൂവി എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് മൂവി. അങ്ങനത്തെ ഒരു മൂവി കിട്ടിയത് കാരണം എനിക്കൊന്ന് മൊത്തത്തിൽ എൻ്റെ കഥാപാത്രം അത് വർക്കൗട്ടായി. അങ്ങനെ അത് ഹ്യൂമറിലേക്ക് കടക്കുന്നു. അതിനുശേഷം പിന്നെ എനിക്കും ഒരു കോൺഫിഡൻസ് ആയി, ഓക്കെ ഹ്യൂമർ ചെറുതായിട്ട് വർക്കൗട്ട് ആയപ്പോഴത്തേക്ക് ഇനിയിപ്പം അങ്ങനത്തെ ക്യാരക്ടർ വന്നാൽ നമുക്ക് ഒന്ന് അറ്റംപ്റ്റ് ചെയ്യാന്നുള്ളത്. അതിനുശേഷം പിന്നെ വെടിവഴിപാടെന്ന് പറഞ്ഞ സിനിമയാണ് പിന്നെ ഒരു ഹ്യൂമർ ക്യാരക്ടർ, മേജർ ഹ്യൂമർ ക്യാരക്ടർ അറ്റംപ്റ്റ് ചെയ്യുന്നത്. അതും അത്യാവശ്യം അപ്രീഷിയേറ്റ് ചെയ്യപ്പെട്ടു. ദെൻ കംസ് ദ ബിഗ് മൈൽ സ്റ്റോൺ ആടിൽ അറക്കലവും അപ്രീഷിയേറ്റ് ചെയ്യപ്പെട്ടു. പിന്നെ അതിനുശേഷം പിന്നെ പല സിനിമകളിലും ഇപ്പം ബേസിക്കലി ഞാനൊരു സീസൺഡ് കൊമേഡിയൻ ആക്ടറല്ല. എന്നെ പലരും കാസ്റ്റ് ചെയ്യുന്നത് ഇത് പറഞ്ഞുകൊണ്ടാണ്, അതായത് ആൻ ആക്ടർ ഹൂ ക്യാൻ ഹാൻഡിൽ ഹ്യൂമർ. അപ്പോൾ ആ ഒരു രീതിയിലാണ്. സോ ഐ എം ബേസിക്കലി സപ്പോർട്ടിങ് ആക്ടർ. അങ്ങനെ പോയി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ചധികം കഥാപാത്രങ്ങൾ എൻ്റെ ശ്രദ്ധിക്കപ്പെട്ടപ്പോഴത്തേക്കും ദെൻ അഗെയിൻ എനിക്ക് ലീഡ് റോൾസ് കിട്ടാൻ തുടങ്ങി. സോ അത് ഇറ്റ് സ്റ്റാർട്ടഡ് ഇൻ 2019 വിത്ത് ജനമൈത്രി. അത് ഒരു ഹ്യൂമർ ബേസ്ഡ് സിനിമയായിരുന്നു. ജനമൈത്രി ചെയ്തതിന് ശേഷം പിന്നെ അഗെയിൻ ജനമൈത്രി അങ്ങനെ തിയേറ്ററിൽ വർക്കായില്ല. പക്ഷെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രസമുള്ളൊരു സിനിമയായിരുന്നു. അതെ, അത് പിന്നെ സാറ്റലൈറ്റിലും OTTയിലൊക്കെ അത് നന്നായിട്ട് വർക്കായി. അപ്പോൾ ഈ തിയേറ്ററിൽ വർക്കാകാത്തപ്പോൾ നമ്മുടെ കോൺഫിഡൻസ് കുറയുകയും പിന്നെ ഇത് സെയിം ആർട്ടിന് സംഭവിച്ചതല്ല, പിന്നെ ഇത് OTT സാറ്റലൈറ്റിൽ വരുമ്പോഴത്തേക്ക് ആൾക്കാർ ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്യും, വീണ്ടും നമ്മുടെ കോൺഫിഡൻസ് കൂടെ. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ കരിയറിൽ എപ്പോഴും സംഭവിച്ചിരിക്കുന്നത്. ഇഫ് യു ടേക്ക് അതിനുശേഷം പിന്നെ വീണ്ടും ഒരു ഗ്യാപ്പ് വന്നു. പിന്നെ കോവിഡൊക്കെ ആയി. അല്ല, കോവിഡിന് മുമ്പാണ് ഉപചാരപൂർവ്വം ഗുണ്ടജയൻ എന്ന് പറഞ്ഞ സിനിമ ചെയ്യുന്നത്, പിന്നെ ഗാർഡിയൻ എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്യുന്നത്. ഇതിനകത്ത് രണ്ടത്തും ഞാൻ ലീഡായിരുന്നു. ഉപചാരപൂർവ്വം ഗുണ്ടജയൻ, ബട്ട് ഇറ്റ് ക്ലിക്ഡ് എമംഗ് ദ ഓഡിയൻസ് ഇൻ തിയേറ്റേഴ്സ് ആൻഡ് സാറ്റലൈറ്റിലും OTTയിലും ഒക്കെ അത് അത്യാവശ്യം വർക്കായി. ഗാർഡിയൻ ഇറ്റ് വാസ് എ പ്രീമിയർ ഓൺ OTT ചാനൽ, മനോരമ മാക്സ്. പക്ഷേ നല്ല അപ്രീസിയേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതെ. സോ ഗാർഡിയൻ ഓൾസോ ഗോട്ട് അപ്രീസിയേഷൻ. പക്ഷേ ഇത് ഒരു കറക്റ്റ് ഇതറിയില്ല. ഇതിപ്പോൾ എങ്ങനത്തെ സിനിമകളാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് സിനിമയായിരിക്കും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നത്. ഇപ്പം താങ്കളൊരു സംവിധായകൻ, റൈറ്റർ, നിങ്ങൾ വന്നിട്ട് എൻ്റെ ഒരു കഥ പറയുന്നു ആൻഡ് നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് എന്നോട് കഥ പറയാൻ വേണ്ടി വരുന്നത്. ബിക്കോസ് യു വോണ്ട് മീ ടു പ്ലേ ദാറ്റ് ക്യാരക്ടർ ഇഫ് ഐ ലൈക്ക് ഇറ്റ്. അപ്പം നിങ്ങളുടെ കോൺഫിഡൻസ് ഒന്ന്, രണ്ടാമത്തത് എൻ്റെ കോൺഫിഡൻസ്. ഓക്കെ, എനിക്ക് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ 2, 3 അല്ലെങ്കിൽ ഒരു നിർമ്മാതാവ് 4, പിന്നെ ഒരു ക്യാമറമാൻ 5, അല്ലെങ്കിൽ ആ ടീം, ആ സിനിമ ടീം, ഇപ്പോൾ ഒരു എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സിനെ എടുത്താൽ ഒരു 10-12 പേര് കാണുമായിരിക്കും. ഈ 10-12 പേരുടെ ഒരു
ഇഷ്ടപ്പെടലാണ് നമ്മൾ ഇത് ഷൂട്ട് ചെയ്തിട്ട് പിന്നെ പ്രദർശിപ്പിക്കാൻ വേണ്ടി എത്തിക്കുന്നത്. പക്ഷേ ഈ 12 പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം ഒരു മെജോറിറ്റി ക്രൗഡിന് ഇഷ്ടപ്പെടണമെന്നില്ല. അല്ലെങ്കിൽ ഇത് ചെയ്തു വരുമ്പോഴത്തേക്കും നമ്മൾ കഥ കേട്ട പോലെ ആവണമെന്നില്ല ഈ സിനിമ. സോ എവറിത്തിങ് ഈസ് ഒരു റിസ്കിയാണ് ഈ പരിപാടി സിനിമ എന്ന് പറഞ്ഞാൽ. പിന്നെ ആ ഒരു ഫ്ലോയിലങ്ങ് പോകുന്നു. ഇപ്പം കുറച്ചുകൂടെ ലീഡ് റോൾസ് ആണ് എനിക്ക് ഇപ്പോൾ വരുന്നത് എന്നെ തേടി. അപ്പം ഞാൻ പല ഇൻ്റർവ്യൂസിലും പറയാറുണ്ട്, ഞാൻ ബേസിക്കലി ഒരു സപ്പോർട്ടിങ് ആക്ടറാണ്, എനിക്ക് സപ്പോർട്ടിങ് റോൾസിലാണ് കൂടുതൽ കംഫർട്ട്. സോ സപ്പോർട്ടിങ് റോൾസ് വരവ് കുറഞ്ഞു. അപ്പോൾ അത് ഞാനിപ്പം മിക്കവാറും ഇൻ്റർവ്യൂസിലൊക്കെ പറയാറുണ്ട്, ആരും മറക്കല്ല, ഞാനും ഇവിടെ ഉണ്ട്, എന്നെ വിളിക്കണം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ അടുത്ത് എനിക്ക് കുറച്ച് സപ്പോർട്ടിംഗ് റോൾസ് വന്നു. എനിക്ക് തോന്നുന്നു ഇൻ്റർവ്യൂസൊക്കെ ആൾക്കാർ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു ഓണത്തിൻ്റെ സമയത്ത്. അപ്പോൾ അങ്ങനെ അതും വരുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ അതിന് റിലേറ്റ് ചെയ്ത് തന്നെയാണ് ചോദിക്കാനുള്ളത്. അപ്പോൾ സപ്പോർട്ടിംഗ് റോൾസ് ആണെങ്കിൽ ഇപ്പോൾ യു ആർ സേഫ്. അപ്പോൾ സിനിമയുടെ ഒരു ഭാരമോ ഉത്തരവാദിത്വമോ ഒന്നും സൈജന്റെ പുറത്ത് വരുന്നില്ല. പക്ഷേ അതേസമയം ലീഡ് റോൾസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു റെസ്പോൺസിബിലിറ്റി വരുന്നുണ്ട്, ഒരു മാർക്കറ്റ് പ്രഷർ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഷിഫ്റ്റ് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്പേസിൽ നിന്ന് എല്ലാ തരം പല ഡിഫറെൻറ്റ് റോളുകളും കൂടുതൽ ചോയ്സസ് ചിലപ്പോൾ സപ്പോർട്ടിംഗ് റോൾസിനായിരിക്കും കിട്ടുക. നായകനാകുമ്പോൾ അത് കുറച്ചുകൂടെ ലിമിറ്റഡ് ആവാൻ സാധ്യതയാണ്. അപ്പോൾ ആ ഒരു ഷിഫ്റ്റിന്റെ സമയത്ത് ഒരു ഡിസിഷൻ മേക്കിംഗ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആ ഒരു ഷിഫ്റ്റ് എത്രത്തോളം ഒരു സ്മൂത്ത് ആയിരുന്നു, അല്ലെങ്കിൽ ആ ഒരു ഷിഫ്റ്റ് എത്രത്തോളം ഡിഫിക്കൽട്ട് ആയിരുന്നു? ദാറ്റ് ഈസ് ഫ്രം സപ്പോർട്ടിംഗ് റോൾ ടു ലീഡ് റോൾ ആൻഡ് ലീഡ് റോൾ ടു സപ്പോർട്ടിംഗ് റോൾ. സി ദ ഇനിഷ്യലി വെൻ ഐ കെയിം ആസ് എ ഹീറോ, എനിക്ക് എനിക്ക് കിട്ടിയൊരു ലോട്ടറി ആയിരുന്നു. ഞാൻ ഇതിനുവേണ്ടി ട്രൈ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ ഓഡിഷന് വേണ്ടി ക്യൂവിലൊന്നും നിന്നിട്ടില്ല. വളരെ ഈസി ആയിട്ട് എനിക്ക് കിട്ടിയൊരു സിനിമയാണ് അഗൈൻ ദൈവാനുഗ്രഹം. എൻ്റെ സെക്കൻഡ് പടം നിങ്ങൾ നോക്കിയാൽ കാണാം, ലയൺ എന്ന് പറഞ്ഞ സിനിമയാണ്. അതിൻ്റെ അകത്ത് 3 സീനിലേ ഉള്ളൂ ഞാൻ. ഓക്കെ, സോ അതൊരു മേജർ സപ്പോർട്ടിംഗ് റോൾ ഒന്നും പറയാൻ പറ്റില്ല, ബട്ട് ഇറ്റ്സ് എ സ്മോൾ ബ്രീഫ് സപ്പോർട്ടിംഗ് റോൾ. അതിനുശേഷം ഞാൻ ചെയ്യുന്നത് അശ്വാരൂഢനാണ്. പിന്നെ ബാബ കല്യാണിയിൽ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടർ, അതും ഈ പറഞ്ഞ പോലെ 7 to 8 സീൻസ് അത്രയൊക്കെ ഉള്ളൂ. അശ്വാരൂഢനിലും വളരെ ബ്രീഫായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അപ്പോൾ എനിക്ക് തുടക്കത്തിലും ഇപ്പോഴും ഒന്നും എനിക്ക് ആ ഷിഫ്റ്റിൽ വലിയ പ്രശ്നം തോന്നിയിട്ടില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഒരിക്കലും നമ്മൾ എത്തുമെന്ന് വിചാരിക്കാത്തൊരു സ്ഥലത്ത് നമ്മൾ എത്തി. ഒരു നല്ല ലാൻഡിങ് ആയിരുന്നു, ബട്ട് ദ മൂവി ഡിഡ്ന്റ് വർക്ക് ഔട്ട്, ദാറ്റ്സ് ഓക്കെ. അതിനുശേഷം എൻ്റെ കരിയർ ഇതാണെന്ന് ഞാൻ ചൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ജോലിയായിരുന്നു ആവശ്യം. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ ലീഡ് റോൾ ആയാലും സപ്പോർട്ടിംഗ് റോൾ ആയാലും എല്ലാവരും ആക്ടേഴ്സ് ആണല്ലോ ബേസിക്കലി. നമ്മളിപ്പോൾ ഇത് സോ കോൾഡ് ഈ ഒരു പ്രൊട്ടാഗനിസ്റ്റിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ കഥ പോകുന്നത് കൊണ്ട് നമ്മൾ ഹീറോ എന്ന് പറയുന്നു. പക്ഷേ ഈ ഒരു പ്രൊട്ടാഗനിസ്റ്റ് കൊണ്ട് കാര്യമില്ല, ബാക്കിയുള്ള ഈ ക്യാരക്ടേഴ്സും ഉണ്ടെങ്കിൽ ഒരു മൊത്തത്തിലൊരു കഥയാവുള്ളൂ. സോ ഐ റിയലൈസ് ദാറ്റ് ഏർലിയർ ഇറ്റ് സെൽഫ്. സോ ഐ ജസ്റ്റ് വാണ്ടഡ് ജോബ് ഇൻ ആക്ടിങ്. സോ അതിപ്പം ഞാൻ ഏറ്റവും മേളിലായാലും സെക്കൻഡ് പൊസിഷനിലായാലും തേർഡ് ലെവലിലായാലും ഒന്നും എനിക്കത് വിഷയമല്ലായിരുന്നു. അപ്പോൾ ഇപ്പോഴും ലീഡ് റോൾസ് വരുമ്പോഴും I am thankful to God that youngsters are considering me to play lead roles in the debut films. But Trivandrum Lodge, we work together. Trivandrum Lodgeന് ശേഷം ഞാൻ ചെയ്തിരിക്കുന്ന Trivandrum Lodge was my 29th movie and now I have crossed around 150 movies. ഇത്രയും ഈ 29th മൂവി to 150 മൂവീസിൽ ഒരു മേജർ ഒരു 80% ഞാൻ ഡെബ്യൂട്ടൻസിൻ്റെ മൂവീസ് ചെയ്തിരിക്കുന്നത് ആൻഡ് യങ്സ്റ്റേഴ്സ്. സോ ട്രിവാൻഡ്രം ലോഡ്ജിന് ശേഷം ഞാൻ കൊന്തയും പൂണൂലും ചെയ്തപ്പം ആദ്യമായിട്ടാണ് എന്നെക്കാളും പ്രായം കുറഞ്ഞൊരു ഡയറക്ടർ സംവിധായകനായിട്ടുള്ള ഒരു പടത്തിൽ ഞാൻ അഭിനയിക്കുന്നത് ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ഒരുപാട് യങ്സ്റ്റേഴ്സ്, ഇപ്പം എല്ലാം യങ്സ്റ്റേഴ്സിൻ്റെ കൂടെയാണ്. അതായത് എനിക്കാണ് പ്രായം കൂടുതൽ. എല്ലാം നമ്മൾ ഈ 30 വയസ്സ് അല്ലെങ്കിൽ 28 വയസ്സ് 35 വയസ്സ് ഈ ഏജ് ഗ്രൂപ്പിലുള്ള ഡയറക്ടേഴ്സ് റൈറ്റേഴ്സാണ് എന്നെ വെച്ച് പടം ചെയ്യുന്നത്. സോ അതൊരു ഭയങ്കര ഹാപ്പിനെസ്സാണ്. കാരണം ഇവർ സിനിമ കാണാൻ തുടങ്ങിയ സമയത്ത് ഞാൻ സിനിമയിലില്ല. പിന്നെ ഇടയ്ക്ക് എവിടെയോ ഇവർ ടീനേജറൊക്കെ ആയപ്പോൾ ഞാൻ സിനിമയിൽ വന്നെന്ന് തോന്നുന്നു. എന്നാലും പലരും പറയാറുണ്ട് ഞങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ 12ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ചേട്ടൻ്റെ ഫസ്റ്റ് പടം റിലീസ് അങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷേ ആ സമയത്തൊന്നും അങ്ങനെ ഒരു വലിയ ഹിറ്റ് പടങ്ങളുടെ ഭാഗം ഞാൻ ആയിട്ടില്ല. പിന്നെയാണ് ഒരു ഹലോ പോലത്തെ സിനിമയൊക്കെ എനിക്ക് കിട്ടിയത്. അതാണ് ഞാൻ അഭിനയിച്ച അന്നത്തെ ഏറ്റവും വലിയ ഹിറ്റ് പടം. പിന്നെ ചോക്ലേറ്റിലൊരു ചെറിയ ക്യാരക്ടർ ചെയ്തു, അതും 100 days ഓടിയ പടമാണ്. അതെ, മാനുവൽ. സോ ആ കാലഘട്ടത്തിൽ ഇത് മാത്രമാണ്. പക്ഷേ എൻ്റെ ഈ പറഞ്ഞ പോലെ പെർഫോമൻസ് അങ്ങനെ ഒരു ഓഡിയൻസിലേക്ക് അങ്ങ് എത്തിയെന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പെർഫോമൻസ് ഒന്നും ആയിരുന്നില്ല. അപ്പം ആ സമയത്ത് സിനിമ കണ്ടുകൊണ്ടിരുന്ന ആൾക്കാർ ഇന്ന് അവരുടെ ഡെബ്യൂ പടത്തിൽ എന്നെ ഒന്നിലെ സപ്പോർട്ടിംഗ് റോൾ അല്ലെങ്കിൽ ഇപ്പോൾ ഹീറോ ആയിട്ട് കാസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും
അതൊരു ഭയങ്കര സംതൃപ്തിയും സന്തോഷമാണ്. അഗെയിൻ താങ്ക്സ് ടു ഗോഡ് ദാറ്റ് അല്ലേ അവർ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ. ഞാൻ ചിലരോട് ചോദിക്കാറുണ്ട്, ഈ ഞാൻ ഉടനെ തന്നെ റിപ്ലൈ ചെയ്യുകയും സമയം തരുന്നത് കൊണ്ടാണോ നിങ്ങൾ എന്നെ അപ്രോച്ച് ചെയ്യുന്നതാണ്. ബിക്കോസ് I think every day I am listening to 2 stories minimum. And sometimes what happens is ഒരാൾ വന്നിട്ട് തന്നെ ചിലപ്പോൾ ഒരു 3 ത്രെഡ്സ് പറയും. അപ്പോൾ അതൊരു 3 കഥയാണ് ആക്ച്വലി അല്ലേ. സോ ഈ 3 ത്രെഡ്സ് പറയുമ്പോൾ ഉള്ളൊരു വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം സാധാരണഗതിയിൽ ആദ്യമൊക്കെ ഞാൻ ഓർക്കുമായിരുന്നത് ഒരു കഥ പറയാൻ വേണ്ടി വന്നിട്ട് പിന്നെ 2-3 എന്തിനാണ് ഒരു പറയണമെന്ന്. പക്ഷേ ഞാൻ പിന്നെ ആലോചിച്ചപ്പോൾ ഞാൻ അത് ഭയങ്കര ഓപ്റ്റിമിസ്റ്റിക് ആയിട്ട് എടുക്കുന്നത്. അവർ 3 കഥ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് അത് അവരെന്നോടാണ് പറയുന്നത്. അവർക്ക് വേറെ ചോയ്സ് ഇല്ലാത്ത പോലെയാണ് അവർ പറയുന്നത് എന്നോട്. സോ അവർ എന്നിൽ എന്തോ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്നും എന്നെ ഡിസ്റ്റർബ്ഡ് ആക്കാറില്ല. ഇപ്പം ഞാൻ വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് ഇരുന്നിട്ട് സമയമുണ്ടെങ്കിൽ ഐ വിൽ ഡെഫിനറ്റ്ലി ലിസൺ ടു ഒരു ഇപ്പോൾ 10 പറഞ്ഞാലും 10 കഥയല്ലല്ലോ, പ്ലോട്ട്സ് ഐഡിയാസ് പറഞ്ഞാൽ ഐ എം റെഡി ടു ലിസൺ ടു ദാറ്റ്. പക്ഷേ ഞാൻ ചോദിച്ചോളൂ, ഈ റെസ്പോൺസിബിലിറ്റി കൂടുതൽ വന്നതിൽ എന്തെങ്കിലും അപ്പോൾ സഹിച്ചേണ്ടതിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? ഇപ്പോൾ വീണ്ടും തിരിച്ച് ലീഡ് റോൾസ് ചെയ്യാൻ അത് കുറച്ച് സ്ട്രെസ്ഫുൾ ആണ് കേട്ടോ. ഇപ്പം ഭരതനാട്യം എന്ന് പറഞ്ഞ പടം ചെയ്തപ്പോഴാണ് ഏറ്റവും കൂടുതൽ ഐ വാസ് അണ്ടർ സ്ട്രെസ്. കാരണം ഐ വാസ് എ കോ പ്രൊഡ്യൂസർ ഓൾസോ ഇൻ ദാറ്റ് മൂവി. അപ്പോൾ സാധാരണഗതിയിൽ നമ്മളിപ്പോൾ ഒരു പടത്തിൽ സപ്പോർട്ടിംഗ് റോളോ അല്ലെങ്കിൽ ഇപ്പോൾ ലീഡ് റോളോ ചെയ്താൽ നമ്മൾ ഈ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ കാര്യങ്ങളൊന്നും അറിയാറില്ല. നമ്മൾ അതൊന്നും ഇപ്പം ഡയറക്ടേഴ്സ് വിളിച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഇങ്ങനെ ഇപ്പം നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ നിന്ന് തുടങ്ങി മിക്സിംഗ് നിന്ന് തുടങ്ങി, അപ്പോൾ അതൊക്കെ അതിൻ്റെ ഇതിലങ്ങ് പൊക്കോളും. നമ്മൾ ഡബ്ബിങ്ങിന് മാത്രം പോയാൽ മതി. അതിനുശേഷം റിലീസിൻ്റെ സമയത്ത് നമ്മൾ പ്രൊമോഷൻ ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുന്നു. ഇതല്ലാണ്ട് പിന്നെ തിയേറ്ററിൽ ആൾ വന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ആൾ വന്നാൽ നമുക്ക് തിയേറ്റർ വിസിറ്റ്സ് ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട്. ഇത് പക്ഷേ അത്ര സ്ട്രെസ്ഫുൾ അല്ല. സ്ട്രെസ്ഫുൾ ആണ് തിയേറ്റർ വിസിറ്റ്സ് ഡെഫിനറ്റ്ലി. ഇപ്പോൾ നമ്മൾ പോകുമ്പോഴത്തേക്ക് നമ്മൾ ഓഡിയൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതും ഇനിയിപ്പം ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കും ഒരു ഭയമുണ്ട്, ഈ ഇരിക്കുന്ന എല്ലാവർക്കും ഈ പടം ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ? നമ്മളിപ്പം ചിരിച്ചുകൊണ്ട് അങ്ങോട്ട് ചെല്ലുവാണ്, ആരെങ്കിലും അവിടെ എല്ലാവരും മുമ്പ് വെച്ച് പറയുകയാണ് എന്ത് പടം നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കണമെന്ന് ചോദിച്ചാൽ നമ്മൾ തകർന്നു പോകും. പക്ഷെ ആരും അങ്ങനെ ചെയ്യില്ല. അതെ, എന്താണ് വളരെ നല്ല ക്രൗഡാണ് നമ്മുടെ മലയാളീസ്, അതുകൊണ്ട് അങ്ങനെ ആരും ചെയ്യാറില്ല. ഇതിനായിട്ട് അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ബട്ട് എവറിത്തിങ് സെഡ് ആൻഡ് ഡൺ വെൻ ഭരതനാട്യം കെയിം ഒരുപാട് കാര്യങ്ങൾ അപ്ഡേറ്റഡ് ആണ് ഞാൻ സിനിമയുടെ. ഓക്കെ, അപ്പോൾ അതിൻ്റെയൊക്കെ സ്ട്രെസ് ഉണ്ട്. അപ്ഡേറ്റഡ് എന്ന് വെച്ചാൽ ഞാനും കൂടെ ഇൻവോൾവ് ആകേണ്ട പല ഏരിയാസും ഉണ്ട്. അതിനുശേഷം പിന്നെ ഇതിൻ്റെ ബിസിനസ് സംസാരിക്കണം. ഇപ്പം നമുക്ക് എത്രയോ OTT ചാനൽസ് ഉണ്ട്, പിന്നെ സാറ്റലൈറ്റ് ചാനൽസ് ഉണ്ട്, പിന്നെ ഇതിൻ്റെ ഓവർസീസ് ബിസിനസ്, പിന്നെ ഇതിൻ്റെ മ്യൂസിക് ബിസിനസ്, അങ്ങനെ ഓരോ ബിസിനസ്സുകളുണ്ടല്ലോ. അപ്പോൾ ഇതിലൊക്കെ ഞാൻ ഇൻവോൾവ് ആയിരുന്നു. അതിനുശേഷം ഭരതനാട്യത്തിന് ഭയങ്കര ഉഗ്രൻ റിവ്യൂസാണ് വന്നത്. ഉഗ്രൻ റിവ്യൂസ് വന്നപ്പോഴത്തേക്കും ഞാൻ ആക്ച്വലി വിചാരിച്ചത് ഈ പടം നമുക്ക് ഓക്കെ ആണ്, അതായത് ഭയങ്കര ഹിറ്റൊന്നും നമ്മൾ വിചാരിച്ചില്ല. പക്ഷേ ആൾക്കാർ കയറും. പക്ഷേ സംഭവം അത് ആ സമയത്തിൻ്റെ ആണോ എന്താണ്, ഇറ്റ് ഡിഡ്ന്റ് വർക്ക് ഔട്ട്. നമ്മൾ വിചാരിച്ചൊരു കളക്ഷൻ വന്നില്ല. ഓഡ് ടൈമിങ്സ് ഒക്കെ ആയിരുന്നു ഷോ. ഓഡ് ടൈമിങ്സ് ആയിരുന്നു. ആൻഡ് ഇപ്പം നമുക്ക് സാധാരണ ഒരു ക്ലീഷേ ആയിരിക്കും, പക്ഷേ പടം റിലീസായ ദിവസം ഭയങ്കര മഴയായിരുന്നു. സീരിയസ്ലി നല്ല മഴയായിരുന്നു. അത് ഞങ്ങൾക്ക് നല്ലല്ലോ ഓർമ്മ കേട്ടോ. ചില നമ്മുടെ പടം റിലീസായി ഇപ്പം വിവേകമൊക്കെ ആണെങ്കിൽ ആ ഡേറ്റിന് മഴ ഉണ്ടായിരുന്നു എന്നൊക്കെ നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കും. പക്ഷേ വി നോ ദാറ്റ് രാവിലെ തൊട്ട് അന്ന് രാത്രി തൊട്ട് തുടങ്ങിയതെന്ന് തോന്നുന്നു. നമ്മുടെ ഇങ്ങനെ ചങ്കിടിക്കുകയാണ്, ദൈവമേ ഇത് ഒരു മിനിമം 9 മണിക്കെങ്കിലും മഴ നിന്നില്ലെങ്കിൽ ഓഡിയൻസ് 10 മിനിറ്റ് ഷോയ്ക്കൊക്കെ എത്തണ്ടേ. ഇതായിരുന്നു നമ്മുടെ ടെൻഷൻ. അപ്പോൾ ഇതെല്ലാം സ്ട്രെസ്സാണ്. ദെൻ അപ്പം എൻ്റെ പ്രശ്നം ഏറ്റവും വലുത് എന്തായിരുന്നു വെച്ചാൽ ഈ റിവ്യൂസ് നല്ലത് വന്നിട്ട് എന്തുകൊണ്ട് ഇത് മൾട്ടിപ്ലൈ ആവുന്നില്ല, അല്ലെങ്കിൽ ഇത് കൺവേർഷൻ എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. അത് എന്നെ ഭയങ്കരമായിട്ട് ബാധിച്ചു ആക്ച്വലി. ഞാൻ ഭയങ്കര എന്താണ് ദ സോ കോൾഡ് ഡിപ്രഷനിലേക്കല്ല ഞാൻ പറയണേ, പക്ഷെ ഞാൻ ഭയങ്കര ഡിപ്രസ്ഡ് ആയിരുന്നു. എൻ്റെ ഡിപ്രഷൻ്റെ ഒരു പീക്ക് എന്ന് വെച്ചാൽ എൻ്റെ വൈഫ് എന്നോട് ചോദിച്ചു, സൈജു ഇത്രയും സ്ട്രെസ്സാണോ ഫിലിം ഇൻഡസ്ട്രിയിൽ സൈജു? അങ്ങനെയാണെങ്കിൽ വൈ ഡോണ്ട് യു ഗോ ഫോർ സം അതർ തിങ്. അത്രയും സ്ട്രെസ് എടുത്തിട്ട് നമുക്ക് ഇത്രയും ഇപ്പം സൈജുൻ്റെ ഓരോ പടം വരുമ്പോഴും സൈജു ഇങ്ങനെ സ്ട്രെസ് എടുക്കാൻ തുടങ്ങിയാൽ ഇതിനേ സമയം കാണുള്ളൂ. സോ ഐ തോട്ട് ഓഫ് ഇറ്റ്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ കുറച്ച് അടുത്ത സുഹൃത്തുക്കളുണ്ട്, അവരൊക്കെ കുറച്ച് നമ്മളെ മോട്ടിവേറ്റ് ചെയ്തു. അങ്ങനെയൊന്നും അല്ല, ഡോണ്ട് ടേക്ക് ഇറ്റ് പേഴ്സണലി. അപ്പം ഞാൻ അവരോട് പറഞ്ഞുകൊണ്ടിരുന്നത് റിവ്യൂസ് മോശമായിരുന്നെങ്കിൽ ഓക്കെ, ഇപ്പം നമുക്കിപ്പം മോശമാണെങ്കിൽ നമുക്ക് അതെ അതോർത്ത് സമാധാനിക്കാം. ഇതിപ്പം ഞാൻ പറയണത് 100% അടിപൊളി പടമൊന്നും എല്ലാവരും പറഞ്ഞിട്ടില്ല.
ഞാൻ പറഞ്ഞപ്പോൾ ഒരു 75% നല്ല പടം എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു 10% ഒരു പ്രാവശ്യം കണ്ടിരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷേ ഞങ്ങൾ അറിഞ്ഞിരിക്കുന്ന, ഇനിയിപ്പോൾ അറിയില്ല ഞങ്ങൾ അറിയാത്ത എന്തെങ്കിലും നെഗറ്റീവ് റിവ്യൂസ് ഉണ്ടോയെന്ന്, ഞങ്ങൾ അറിഞ്ഞിരിക്കുന്ന ഏറ്റവും മോശം കമൻറ്റ് ഒരു പ്രാവശ്യം കണ്ടിരിക്കുക, രസമുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്ന ഏറ്റവും മോശം കമൻറ്റ് റിവ്യൂ. സോ എന്നിട്ടത് വർക്കാവാത്തതിൽ നമുക്ക് ഭയങ്കര ഇതുണ്ട്. പക്ഷേ ഇപ്പം എൻ്റെ കഴിഞ്ഞ പടങ്ങളൊക്കെ പോലെ ചിലപ്പോൾ ഇതിനിപ്പം സാറ്റലൈറ്റിലും ഇനിയിപ്പോൾ OTT പ്ലാറ്റ്ഫോമിലൊക്കെ എക്സിബിറ്റ് ചെയ്യുമ്പം അവിടെ ചിലപ്പം കുറച്ചുകൂടെ ഒരു ഇത് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോൾ ഏത് പോയിന്റിലാണ് ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാം, ഈ റിസ്ക് എല്ലാം ഏറ്റെടുത്ത് ഈ സിനിമയ്ക്ക് ഈ സിനിമ സ്പെഷ്യലാണ്, ഈ സിനിമയ്ക്ക് വേണ്ടി ഞാൻ പ്രൊഡ്യൂസർ ആവാൻ തയ്യാറാണെന്ന് ഡിസൈഡ് ചെയ്യുന്നൊരു പോയിന്റ് ഏതായിരുന്നു? സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ ആദ്യമേ തീരുമാനിച്ചതാണോ, അതോ പിന്നീട് ഒരു കോ പ്രൊഡ്യൂസറായിട്ട് ജോയിൻ ചെയ്യാമെന്ന് തീരുമാനിച്ചാണോ? എപ്പോഴാണ് അത് ആ ഒരു ഡിസിഷൻ എടുത്തത്? അതിൻ്റെ പിന്നിലുള്ള തോട്ട് എന്തായിരുന്നു? ഇല്ല, സ്റ്റോറിയും സ്ക്രിപ്റ്റൊക്കെ കേട്ടപ്പോഴത്തേക്കും എനിക്ക് ഒരു നല്ല പടമായിരിക്കും, ഞാൻ എന്തായാലും ഇതിൻ്റെ അഭിനയിക്കും, ആ ഡിസിഷനാണ് ഞാൻ എടുത്തത്. ആ സമയത്ത് എനിക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, പണ്ടോട്ടെ ഒരു സിനിമയിലും പ്രൊഡ്യൂസറായിട്ട് എൻ്റെ പേര് വരണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് ഈ പടമായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ഇത് കഥ കേട്ടതിന് ശേഷവും സ്ക്രിപ്റ്റ് കേട്ടതിന് ശേഷവും ഇൻഫാക്റ്റ് ഞങ്ങളെല്ലാവരും കൂടെ മീറ്റ് ചെയ്ത് എൻ്റെ ഓഫീസിൽ ഇരുന്ന് നമ്മുടെ ഡയറക്ടറും റൈറ്റർ തന്നെയാണ് ഡയറക്ടറും കൃഷ്ണദാസ്, തോമസ് ചേട്ടൻ ഉണ്ടായിരുന്നു, ജിതേഷ് അഞ്ചുമന പ്രൊഡക്ഷൻ കൺട്രോൾ ഉണ്ടായിരുന്നു. തോമസ് ചേട്ടൻ മൊത്തം നരേഷൻ കേട്ടു, തോമസ് ചേട്ടൻ എണീറ്റ് കൈ കൊടുത്തു കൃഷ്ണദാസിന്, വി ആർ ഡൂയിങ് ദിസ് മൂവി. അതിനുശേഷം കൃഷ്ണദാസൊക്കെ ഓഫീസ് വിട്ടതിന് ശേഷമാണ് എനിക്ക് പെട്ടെന്ന് ഐ തോട്ട് ദാറ്റ് പെട്ടെന്ന് ഈ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ നമ്മൾ ഞാൻ ചിന്തിക്കുകയാണ്, ഇത് നമ്മുടെ ബഡ്ജറ്റിൽ നിൽക്കും, എനിക്ക് ഷോൾഡർ ചെയ്യാൻ പറ്റുന്നൊരു ബഡ്ജറ്റാണ് ഈ ഒരു പടത്തിൻ്റെ. പിന്നെ ഫാമിലി മൂവിയാണ്, അപ്പം ഞാൻ കൂടുതലും ഈ ഫാമിലി മൂവി ടൈപ്പ് ഓഫ് മൂവീസ് ആണല്ലോ എന്നെ കണ്ടിരിക്കുന്നതും, കൂടുതൽ സക്സസ്ഫുൾ സിനിമാസും അല്ലെങ്കിൽ സോ കോൾഡ് കോമഡി അങ്ങനത്തേക്ക് ഒരു മൂവിയാണല്ലോ. അപ്പം അതാണ് ഈ സിനിമ. അപ്പോൾ ഞാൻ പെട്ടെന്ന് തോമസിനൊക്കെ ചോദിക്കാമെന്ന് വിചാരിച്ചത്, ഞാനും കൂടെ ഇതിൻ്റെ അകത്ത് പാർട്ട്ണർ ആയിക്കോട്ടെ എന്ന്. അപ്പോൾ എൻ്റെ പേടിയെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഞാനിത് ചോദിച്ചിട്ട് പുള്ളിക്ക് ഇനിയിപ്പോൾ നോ പറയാൻ പറ്റില്ലെങ്കിൽ, ഇല്ലേ പുള്ളി ഒറ്റയ്ക്ക് ഈ പടം പ്രൊഡ്യൂസ് ചെയ്തില്ലെങ്കിലോ എന്നുള്ളൊരു ഭയം ഉള്ളിലുണ്ടായിരുന്നു. സോ എനിവേസ്, അപ്പം ഈ മുമ്പിലുള്ള ആളും എന്നെ പാർട്ട്ണറാക്കാൻ വേണ്ടി സമ്മതിക്കണമല്ലോ. ഞാൻ പുള്ളി വിശ്വസിക്കുന്നില്ല, പുള്ളി എന്നെ വിശ്വസിക്കണമല്ലോ, അങ്ങനെ ഒരു ഇതും കൂടെ ഉണ്ട്. പക്ഷേ തോമസ് ചേട്ടനായിട്ട് ഓൾറെഡി ഞാൻ 2 പടം ചെയ്തായിരുന്നു. സോ ഹി ന്യൂ മീ വെൽ. ഞാൻ പറഞ്ഞ ഉടനെ സ്പോണ്ടേനിയസ്ലി ഇട്ട് ദാറ്റ് ഓക്കെ, ദാറ്റ്സ് എ ഗ്രേറ്റ് തിങ്, നമുക്ക് ഒരുമിച്ച് ചെയ്യാമെന്ന്. എനിക്കൊന്ന് ഞാൻ ഒരു 15 മിനിറ്റ് സമയമായുള്ളൂ. അപ്പോൾ തന്നെ ഞാൻ ദാസിനെ വിളിച്ചിട്ട്, കൃഷ്ണദാസിനെ വിളിച്ചു. ഞാൻ പറഞ്ഞു ഞാനും കൂടെ കോ പ്രൊഡ്യൂസർ ആവുകയാണ് ഈ സിനിമയിൽ, സോ നമുക്ക് ഇന്നോട്ട് പരിപാടിയിലേക്ക് കടക്കാമെന്ന്. അങ്ങനെ പെട്ടെന്ന് ഉണ്ടായൊരു തോന്നലാണ്. അതേപോലെ ഈ സിനിമ റിലീസായപ്പോൾ കുറച്ച് സ്ഥലത്തുനിന്ന് കേട്ടു ഇതിൻ്റെ പൈറസി നടന്നിട്ടുണ്ട്, കുറേ തിയേറ്ററിലിരുന്ന് ഇതിൻ്റെ വീഡിയോ ആൾക്കാർ ഫുൾ ലെങ്ത് ആയിട്ട് ഇത് ഓൺലൈനിൽ ഇടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കുറേ നാളായിട്ട് പൈറസിനെ പറ്റി അധികം കേൾക്കുന്നില്ല. പക്ഷേ ഒരു സൈഡിൽ OTT പ്ലാറ്റ്ഫോംസ് ഒക്കെ മലയാളത്തിലേക്ക് അധികമായിട്ട് ഇറങ്ങാൻ മടിക്കുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഒരു പൈറസി ശീലം. ടെലിഗ്രാമിലൂടെ OTT റിലീസായ സിനിമകളും ടെലിഗ്രാമിലൂടെയാണ് മലയാളികൾ കൂടുതൽ കാണുന്നത്. പക്ഷെ അതിൻ്റെ കൂടെ ഇപ്പോൾ ക്യാമറ പ്രിന്റുകളോട് കൂടെ വീണ്ടും കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അജയന്റെ 2ാം മോഷണത്തിനും അങ്ങനെ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ആസ് എ പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ആസ് എ പേഴ്സൺ വർക്കിംഗ് ഇൻ മലയാളം ഇൻഡസ്ട്രി എന്താണ് അതിനിപ്പോൾ നമ്മൾ എന്താ ഒരു സൊല്യൂഷൻ, അല്ലെങ്കിൽ എന്താ അതിനെപ്പറ്റി സഹിച്ചേണ്ട ഒരു തോട്ട്സ്? ബേസിക്കലി ഇതിന് എന്താണ് സൊല്യൂഷൻ എന്ന് ചോദിച്ചാൽ, ഈ ചെയ്യുന്നവർ ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം ഇതൊരു ക്രൈമാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ക്രൈം നമുക്കിത് ക്രൈമാണെന്ന് അറിഞ്ഞിട്ടും ആൾക്കാർ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദേ നോ ദാറ്റ് എന്താണ് ഇത് പ്രശ്നമാകും, പക്ഷെ സ്റ്റിൽ ദേ ആർ ഡൂയിങ് ദാറ്റ്. പിന്നെ ഇതൊരു ഭയങ്കര വലിയൊരു ക്രൈമായിട്ട് എനിക്ക് തോന്നുന്നത് അങ്ങനെ ആൾക്കാർ എടുത്തിട്ടുമില്ല. അത് വേറൊരു വിഷയം. ഇതിന് ഇത്രയൊക്കെ ഉള്ളൂ എന്നുള്ളൊരു സാധനത്തിലാണ് ആൾക്കാർ ചെയ്യുന്നത്. പക്ഷേ ഈ ഞാനൊക്കെ വിചാരിക്കുന്നത്, ഞാനിപ്പം ഇവരങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്തായാലും ഇത്രയും പേരുടെ അധ്വാനമല്ലേ, മോശം പടമായാലും നല്ല പടമായാലും എന്തായാലും അവരെ ചതിക്കുമല്ലേ. അപ്പോൾ ഇവർക്ക് എന്തെങ്കിലും ഇത് ദൈവമായിട്ട് കർമ്മ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, അത് തിരിച്ചു കിട്ടും. പക്ഷെ അങ്ങനെയൊക്കെ നമ്മൾ ആലോചിച്ചിട്ടും കാര്യമില്ല. പക്ഷെ അത് നിൽക്കുന്നില്ല. നമുക്ക് ഇപ്പം നമ്മുടെ ഭരതനാട്യം ഞാൻ പ്രൊഡ്യൂസറും കൂടിയാണ്. എനിക്ക് അതിൻ്റെ ഇത് ഒരു കുട്ടി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തപ്പോഴാണ് നമ്മളത് അറിഞ്ഞത്. ഭയങ്കര വിഷമം തോന്നി, എങ്ങനെ അത് ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ പറയുന്നത്. ഞാനിപ്പോൾ സിനിമയിലല്ലായിരുന്നു, എനിക്കിപ്പം പ്രത്യേകിച്ച് വലിയൊരു ഇൻകം ഇല്ലാത്തൊരു ജോലിയാണെന്ന് വിചാരിക്കുക. എന്നാലും ഞാൻ ആ
കാര്യം ചെയ്യില്ല. ചിലപ്പോൾ ഫോട്ടോ വല്ലതും എടുക്കുമായിരിക്കും, സ്ക്രീൻഷോട്ട്, ഐ മീൻ തിയേറ്ററിൽ ഒരു ഷോട്ട് എടുക്കുമായിരിക്കും, അതേ ആൾക്കാർ കൈയടിക്കുന്നതിൻ്റെ അങ്ങനെ എടുക്കുമായിരിക്കും. അല്ലാതെ നമ്മളൊരു പടമൊക്കെ ഐ മീൻ ഒരു സീൻ പോലും മൊത്തം നമ്മൾ ഷൂട്ട് ചെയ്ത് നമ്മുടെ മൊബൈൽ വയ്ക്കാൻ പാടില്ല. എന്തുകൊണ്ടാണിത് ആൾക്കാർ മനസ്സിലാകാത്ത? അതൊരു ഭയങ്കര ഒരു മനസ്സിലാകാത്തൊരു കാര്യമാണ്. എന്തുകൊണ്ട് ആൾക്കാർ മനസ്സിലാകത്തില്ല അത്? തിരിച്ചു പോവുകയാണെങ്കിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ട്രിവാൻഡ്രം ലോഡ്ജും ആടുമാണ് വലിയ ടേണിംഗ് പോയിന്റ്സ്. ഈ രണ്ട് ക്യാരക്ടേഴ്സും ആ സമയത്ത് വന്നില്ലായിരുന്നെങ്കിൽ സൈജന്റെ ഒരു കരിയർ ട്രജക്ടറി എങ്ങനെയായിരുന്നിരിക്കും എന്നാലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഞാൻ ആക്ച്വലി ചിലപ്പോൾ വാഷ് ഔട്ട് ആയേനെ. ട്രിവാൻഡ്രം ലോഡ്ജ് ഡെഫിനറ്റ്ലി. ട്രിവാൻഡ്രം ലോഡ്ജ് നിങ്ങൾക്കറിയാമല്ലോ, യു ആർ റെഡി ഇൻ ദാറ്റ് മൂവി. ആൻഡ് ഞാൻ എങ്ങനെയാണ് ആ ലൊക്കേഷനിൽ എൻ്റെ എത്രമാത്രം എൻ്റെ എന്താണ് മെൻ്റലി, ഞാൻ നിങ്ങളോടൊക്കെ ഷെയർ ചെയ്തിട്ടില്ലേ, ഞാൻ നിങ്ങളോട് എനിക്ക് ഷെയർ ചെയ്തത് ഞാൻ ഓർക്കുന്നുണ്ട്. എനിക്ക് ഒരു എറണാകുളത്തൊരു ഫ്ലാറ്റ് മേടിക്കണം, എൻ്റെ ഭയങ്കര ആഗ്രഹമാണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ലേ. അതൊക്കെ നിങ്ങളും എല്ലാവരും യങ്സ്റ്റേഴ്സ് ആയിരുന്നു. വിനയ് ഗോവിന്ദ് ഉണ്ടായിരുന്നു, മൃദുൽ നായർ, ജിജോ, അനൂപ്, അങ്ങനെ കുറേ പേരൊന്നും ഉണ്ടായിരുന്നല്ലോ. പിന്നെ നമ്മുടെ കല്ലേലി, രാകേഷ് കല്ലേലി, പിന്നെ മറ്റേ ആളില്ലായിരുന്നു നമ്മുടെ അദ്ദേഹത്തിൻ്റെ മകൻ ലാൽജോ സാറിൻ്റെ ഒക്കെ അസോസിയേറ്റ് അനിൽ തോമസ് അല്ലേ, അനിൽ എബ്രാം, കറക്റ്റ്, അനിൽ എബ്രാം. സോ എല്ലാവരും യങ്സ്റ്റേഴ്സ്. അപ്പോൾ ഇവരുമായിട്ടൊക്കെയാണ് നമുക്ക് എന്താണ് ഓരോ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റുന്നത്. ബട്ട് ഒരിക്കലും നിങ്ങളുടെ ആ മൊത്തം ടി വിയിൽ നിന്ന് ഒരിക്കൽ പോലും ഞാൻ ഒരു അൺസക്സസ്ഫുൾ ആക്ടറാണ്, മറ്റേ തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കുന്ന പോലെ ആകുമെന്നുള്ള ഒരു രീതിയിലുള്ള നോട്ടത്തിൽ പോലും നിങ്ങളാരും ചെയ്തിട്ടില്ല. പക്ഷേ ആക്ച്വലി ആ സമയത്ത് അത്ര നാൾ കണ്ടിരുന്ന സൈജനിൽ നിന്ന് ഭയങ്കര വ്യത്യാസമായിട്ട്, ഭയങ്കര അമ്യൂസ്ഡ് ആയിട്ട് നോക്കിക്കാണാം, ഭയങ്കര രസമായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിൽ. ആൻഡ് ഈവൻ നമ്മൾ ഡബിങ്ങിന് ഇരിക്കുമ്പോൾ പോലും ഞാൻ എത്ര വെള്ളം കുടിച്ചിട്ടുണ്ടല്ലേ. ഒരു ലോങ് പ്രോസസ് ആയിരുന്നു. അതെ അതെ അതെ. സോ വാട്ട് വാസ് യുവർ ക്വസ്റ്റ്യൻ? ഇല്ല, ഈ രണ്ട് ക്യാരക്ടേഴ്സും വന്നില്ലായിരുന്നു എന്താവും. യാ, സോ ഇപ്പം ട്രിവാൻഡ്രം ലോഡ്ജ് സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഇത് ഇപ്പം ഒരാളുടെ സമയം തെളിയുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ ആയിരിക്കും ചില. എനിക്ക് തോന്നുന്നു ചിലപ്പം ഹണി റോസിനും എനിക്കും ബാലേട്ടനും തെസ്നി ചേച്ചിക്കും വേണ്ടിയൊക്കെ ഉണ്ടാക്കിയൊരു പടം പോലെ എനിക്ക് തോന്നുന്നത്. യു അണ്ടർസ്റ്റാൻഡ് വൈ? യു നോ, ബിക്കോസ് അതിൻ്റെ തൊട്ട് മുമ്പുള്ള സിനിമയാണ് ബ്യൂട്ടിഫുൾ. അത് 100 ദിവസത്തിൽ കൂടുതൽ ഓടിയ സിനിമയാണ്. VKP, ജയസൂര്യ, അനൂപേന, ഈ 100 ദിവസം ഓടിയ പടത്തിൻ്റെ സെയിം ടീം അടുത്തൊരു പടം ചെയ്യുന്നു. ആ പടത്തിൽ ഒരു മെയിൻ കഥാപാത്രം, അതായത് പ്രൊട്ടാഗനിസ്റ്റിന് തുല്യമായിട്ടുള്ള ഒരു കഥാപാത്രം എനിക്ക് ചെയ്യാൻ കിട്ടുന്നു. അത്രയും ടൈമിംഗ് ഇല്ലാത്തൊരു ആക്ടറായിരുന്ന എനിക്ക് ഒരു ഹ്യൂമർ വേഷം എനിക്ക് തരുന്നു. ഞാൻ അതിനായിട്ട് ചെയ്തിട്ടില്ല. അപ്പം അതൊക്കെ അവർ കാണിച്ച എന്നോടുള്ളൊരു കൺസിഡറേഷനും സ്നേഹവും, പിന്നെ എന്തൊക്കെയോ സംഭവിച്ചു. ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചാലോ ഒരു എത്തുംപിടിയില്ല. നിങ്ങൾക്ക് ഓർമ്മയില്ലേ, ഞാൻ നമ്മുടെ ലാൽ സ്റ്റുഡിയോയിൽ നമ്മൾ ഒരു പ്രിവ്യൂ വെച്ചത്, ഐ തിങ്ക് ട്യൂസ്ഡേ വെഡ്നസ്ഡേ നമ്മൾ പ്രിവ്യൂ വയ്ക്കുന്നു, ഫ്രൈഡേ പടം റിലീസാവുന്നു. എൻ്റെ സീൻസിനൊന്നും ആരും ചിരിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പരിഭവം പറഞ്ഞത്. ഞാൻ ഭയങ്കര അപ്സെറ്റായി പോയി. എന്നിട്ട് ഞാൻ മാറി നിൽക്കുമായിരുന്നു. അപ്പം മൃദുൽ വന്നിട്ട് എൻ്റെ ചേട്ടാ എന്ത് പറ്റി, VKP ചോദിക്കുന്നുണ്ടല്ലോ, നിനക്ക് സൈജുവിന് പടം ഇഷ്ടപ്പെട്ടില്ലെന്നോ അവനോടൊന്ന് ചോദിക്കാൻ എന്താ സംഭവം. ഞാൻ പടമൊക്കെ ഇഷ്ടപ്പെട്ടു, പക്ഷേ പ്രശ്നം ഇതാണ്, ആരും ചിരിച്ചില്ല, ആകെ അനൂപ് മാത്രമേ ചിരിച്ചുള്ളൂ. എനിക്ക് അനൂപിനോട് ഇപ്പോഴും എനിക്ക് ഭയങ്കര സ്നേഹമാണ്. എന്ന് വെച്ചാൽ ആകെ അനൂപ് മാത്രമേ എൻ്റെ സീറ്റിൽ ചിരിച്ചുള്ളൂ, ഇതിൽ ഒരാൾ മാത്രമേ ചിരിക്കുന്നുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ നോക്കി ആരാണത്, അനൂപ, ഓക്കെ. അപ്പോൾ സെയിം ചിരിയുടെ സൗണ്ട് തന്നെയാണ് പിന്നെ വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ളവരുടെ സീൻസിലൊക്കെ ഭയങ്കര ക്ലാപ്പടിയും ചിരിയൊക്കെ. ഞാൻ VKP പറഞ്ഞു, VKP നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തില്ല ചിരിച്ച്. പുള്ളി പറയണത്, എടാ നമ്മൾ എത്ര പ്രാവശ്യം സിനിമ കണ്ടതാണത്, അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ചിരിയൊക്കെ കഴിഞ്ഞു നമ്മുടെ. ഞാൻ എന്നിട്ട് ബാക്കിയുള്ളവരുടെ അടുത്ത് ചിരിക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ. സോ ഐ തിങ്ക് ചിലപ്പോൾ ട്രിവാൻഡ്രം ലോഡ്ജ് പോലത്തെ വേറൊരു സിനിമ ചിലപ്പോൾ എനിക്ക് കിട്ടുമായിരിക്കും, നമുക്കത് അറിയില്ല. പക്ഷേ ഡെഫിനറ്റ്ലി ട്രിവാൻഡ്രം ലോഡ്ജ് പോലത്തെ ഒരു പടം സംഭവിച്ചത് കൊണ്ടാണ് അത് കഴിഞ്ഞിട്ട് ഒരു വെടിവഴിപാടും സംഭവിച്ചത്, ഒരാടും സംഭവിച്ചത്, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള എല്ലാ പടങ്ങളും എല്ലാവർക്കും അതൊരു റെഫറൻസ് പോയിന്റ് ആയി. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഞാൻ ചെയ്തിരിക്കുന്ന സീരിയസ് റോൾസ് എടുത്താലും ഒരു ബ്രേക്ക് കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് അതിലേക്കൊക്കെ ഞാൻ എത്തിപ്പെടുന്നത്. അല്ലെങ്കിൽ മെയിൻ സ്ട്രീം സിനിമാസിൽ എനിക്ക് ഒരു സ്ഥാനമില്ലായിരുന്നു. ദ സോ കോൾഡ് മെയിൻ സ്ട്രീം സിനിമ, ഓഡിയൻസ് കാണാൻ ആഗ്രഹിക്കുന്ന ടൈപ്പ് ഓഫ് ആ സിനിമ, ക്രീമി ലെവൽ ഓഫ് സിനിമ, അതിലെനിക്ക് സ്ഥാനമില്ലായിരുന്നു. അപ്പം അതിന് ട്രിവാൻഡ്രം ലോഡ്ജ് കാരണമാണ് എല്ലാം സംഭവിച്ചത്. സോ ട്രിവാൻഡ്രം ലോഡ്ജിലായിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി എനിക്ക് തോന്നുന്നത് ഒന്നില് വേറൊരു ട്രിവാൻഡ്രം ലോഡ്ജ് സംഭവിച്ചേനെ, അല്ലെങ്കിൽ ഞാൻ
എന്ത് ചെയ്യുമായിരുന്നു എന്നാണ് എനിക്കൊരു ഐഡിയ ഇല്ല. പക്ഷേ ചിലപ്പോൾ മിക്കവാറും ഞാൻ വാഷ് ഔട്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പിന്നെ ടാലന്റ് ആരെങ്കിലും എപ്പോഴെങ്കിലും എപ്പോഴും അതെ അതെ അതെ. ഇതിപ്പോൾ ആക്ച്വലി ട്രിവാൻഡ്രം ലോഡ്സിന് വേണ്ടി പർട്ടിക്കുലർലി ഞാൻ VKPയോട് അല്ലെങ്കിൽ അനൂപനോട് ഞാൻ ചാൻസ് ചോദിച്ചിട്ടില്ല. അതെനിക്ക് ഇങ്ങോട്ട് വിളി വന്നതാണ്. അത് എനിക്കൊന്ന് മൃദുലാണെന്ന് തോന്നുന്നു എൻ്റെ പേര് ഓർമ്മിപ്പിച്ചത്. ബാബുചേട്ടൻ അങ്ങനെയാണ് പറഞ്ഞത്. അപ്പം സോ ഐ വാസ് വെരി പാലി വിത്ത് ഓൾ ദ യങ്സ്റ്റേഴ്സ്. നിങ്ങളുമായിട്ടൊക്കെ ഞാൻ എപ്പോഴും നമ്മൾ കാണുമ്പോൾ നമ്മൾ ഭയങ്കര ഇതായിരുന്നു. സോ അതൊക്കെ ആയിരിക്കാം ചിലപ്പം ഈ യങ്സ്റ്റേഴ്സ് ഇപ്പം വിവേകിൻ്റെ ചില ഫ്രണ്ട്സ് ഇപ്പോൾ സിനിമ പ്ലാൻ ചെയ്യുന്നു വിചാരിക്കാം. അപ്പോൾ അവർ ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ് ഇതിൻ്റെ അത് സൈജു ഗ്രൂപ്പിനെ പ്ലേസ് ചെയ്താലെന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് ഞാനായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഇപ്പം മോശമാണെങ്കിൽ മോശം തന്നെ നിങ്ങൾ പറയും ഫ്രണ്ട്സിൻ്റെ ഒക്കെ, പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവായിട്ട് തന്നെ പറയും. പക്ഷേ ഞാൻ എല്ലാവരോട് പാലി ആയത് കാരണം എനിക്ക് തോന്നില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല. അപ്പോൾ അവർക്കും ഓൾറെഡി ആ സമയത്ത് AD ആയിരുന്ന എല്ലാവരുടെയും സിനിമകളിൽ സൈജേട്ടൻ അഭിനയിച്ചിട്ടുള്ളൂ. കറക്റ്റ് എല്ലാവരുടെ പടത്തിൽ അഭിനയിച്ചു. നിങ്ങൾ ആദ്യമായിട്ട് രണ്ടുപേരും കൂടെ എഴുതിയ പടത്തിൽ. സോ അതുകൊണ്ടായിരിക്കും പിന്നെ എനിക്ക് സിനിമകൾ, പിന്നെ ഈ ഡയറക്ടേഴ്സ് അപ്രോച്ച് ചെയ്യുമ്പോൾ തന്നെ അവർ യങ്സ്റ്റേഴ്സ് ഭയങ്കര ഫ്രീ ആയിട്ട് എന്നോട് സംസാരിക്കുന്നത്. മേ ബി എൻ്റെ ഇൻ്റർവ്യൂസ് ചിലപ്പം അതിലേക്ക് എത്തിച്ചതായിരിക്കും അവർ. ചില ഞാൻ ഇങ്ങനെയൊക്കെയാണെന്നുള്ള ഓൾറെഡി എൻ്റെ ഇൻ്റർവ്യൂസിലും കണ്ട മനസ്സിലാവും, അല്ലെങ്കിൽ ആൾക്കാരോട് ചോദിച്ചാൽ മനസ്സിലാവും. സോ ദേ ആർ വെരി ഫ്രീ ടു ടോക്ക് ടു മീ. ആൻഡ് when I say to someone that okay this particular story didn't work for me, അപ്പോൾ അവർക്ക് വിഷമമൊന്നുമില്ല. അതിനെ ടെൽ ദം ദാറ്റ് സി ഇപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ചെറിയ വിഷമം ഉണ്ടാവും, പക്ഷേ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ മനസ്സിലാക്കും അയാൾ പറഞ്ഞത് കറക്റ്റാണെന്ന് വെച്ചാൽ ഈ കഥ മോശം എന്നുള്ളതല്ല, എനിക്കത് വർക്കായില്ല. അപ്പോൾ അത് അയാൾ ഓപ്പൺലി പറഞ്ഞല്ലോ, വെറുതെ നമ്മൾ വലിപ്പിച്ചില്ലല്ലോ. അതൊരു വലിയ ഭാഗ്യമാണ്. സോ ഐ ഡു ദാറ്റ്. ഇതിൽ ആ സമയത്തൊരു വിഷമമേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പറയാം, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പറയാനുള്ളത് ഡേറ്റ് ഇല്ല. പിന്നെ നമുക്ക് ഇവര് ആശയിലിരിക്കുകയാണല്ലോ നമ്മൾ, അതിങ്ങനെ ദീർഘിപ്പിച്ചു പോകുമ്പോൾ അവരുടെ അത്ര ടൈം പോവാണ്. എന്തിനാ വെറുതെ യങ്സ്റ്റേഴ്സിൻ്റെ ഒക്കെ ടൈം നമ്മൾ വേസ്റ്റ് ചെയ്യുന്നത് അല്ലേ? ഓൾറെഡി അവർ 2 മണിക്കൂർ വന്നിട്ട് ടൈം വേസ്റ്റ് ചെയ്തു. ഇനി അവരുടെ ടൈം നമ്മൾ വേസ്റ്റ് ചെയ്യാൻ പാടില്ല. കടം സ്റ്റാർ അല്ലെങ്കിൽ ഡെപ്റ്റ് സ്റ്റാർ എന്നുള്ള എനിക്ക് കിട്ടിയ ആ ഒരു പദവി, അത് എത്രയോ സിനിമകൾ ഇവരെന്നെ കണ്ടിട്ടുണ്ട്. അവരെനിക്ക് പേര് തന്നിരുന്നു നവരസ നായകനെന്ന്. അപ്പോൾ അതിനകത്ത് നവരസ നായകൻ്റെ ബ്രാക്കറ്റിൽ എന്തുകൊണ്ട് നവരസ നായകൻ എന്നുള്ളതുണ്ട്. അതായത് ഒരു രസം പോലും മുഖത്ത് വരാത്ത അങ്ങനെയൊക്കെ പറഞ്ഞ് പിന്നെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ നവരസ നായകൻ എന്നുള്ളത് പട്ടം വേറെ ആർക്ക് കൊടുത്തിട്ട് എനിക്ക് സുപ്രീം സ്റ്റാറോ യൂണിവേഴ്സൽ സ്റ്റാറോ അങ്ങനെ എന്തൊരു പേര് തന്നു. ചുമ്മാ ഞാനും ദുൽഖറുമായിട്ടുള്ള ഫോട്ടോ ഞാൻ ഒരു പ്രാവശ്യം ഇട്ടപ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ലൈക്സ് കിട്ടിയത്, കമൻസും കിട്ടിയത്. ഇനിയിപ്പോൾ ട്രിവാൻഡ്രം സ്ലാങ് പറയാൻ പറ്റിയില്ലെങ്കിൽ നോർമലായിട്ട് പറഞ്ഞ്, പക്ഷേ ഈ സിനിമയുടെ ഭാഗമാകുക എന്നുള്ളതാണ്. ബിക്കോസ് ഐ വാസ് വെയിറ്റിംഗ് ഫോർ എ ബ്രേക്ക്. അമ്മ എൻ്റെ ജീവിതം തുളച്ചു കളഞ്ഞു അമ്മയും അച്ഛനും കൂടെ. എന്നെ എന്തിനാണ് നാഗ്പൂർ കൊണ്ടുപോയി വളർത്തിയത്?